നമസ്കാരം. ശബരിമല വിഷയം കത്തി നിൽക്കുമ്പോഴൊക്കെ പലപ്പോഴും അതിന് പിന്നിലെ കള്ളക്കളികൾ എന്തൊക്കെയാണ് എന്ന് പലർക്കും മനസ്സിലായില്ലായിരുന്നു. പക്ഷെ സ്വർണ്ണപ്പാളി കടൽ കടന്ന് പുരാവസ്തുവായി 500 കോടിക്ക് അപ്പുറത്തേക്ക് വിറ്റഴിച്ചതാണ് എന്നുള്ള രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ, അത് കേരളം പക്ഷേ ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. പക്ഷെ എന്തുകൊണ്ടാണ് മൊഴിയെടുക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകാത്തത് രമേശ് ചെന്നിത്തലയുടെ? അതിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ട്. മാത്രമല്ല, അത്തരത്തിലുള്ള മൊഴിയെടുപ്പ് തടഞ്ഞത് വലിയ ഉന്നതരുടെ ഇടപെടൽ മൂലമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ആരായിരിക്കും ആ ഉന്നതർ? അല്ലെങ്കിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ 500 കോടി രൂപയുടെ പുരാവസ്തുവാക്കി സ്വർണ്ണപ്പാളികൾ കടൽ കടത്തി വിറ്റു എന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോൾ അതൊരു വ്യവസായിയിലേക്കാണ് ഊന്നുന്നത്. ആ വ്യവസായിയെ പിടിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുമെന്നും പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ ആ വ്യവസായിയെ വിളിച്ച് ചോദ്യം ചെയ്താൽ ഇതിന്റെ യഥാർത്ഥ കാര്യവും കാരണവും ഒക്കെ മനസ്സിലാവും. പക്ഷെ ഇപ്പോ രമേശ് ചെന്നിത്തലയെ വിളിച്ച് SITയിലെ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് മൊഴിയെടുപ്പ് നടത്താത്തത്? അവിടെയാണ് ചോദ്യപ്പെടുന്നത്. കാരണം ആ ചോദ്യം പ്രസക്തമാവുന്നത് ഈ 500 കോടിയുടെ പുരാവസ്തുവാക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ ചോദ്യം നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ള ലോകത്തെ മുഴുവൻ അയ്യപ്പ ഭക്തരും ഒരുപോലെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: എന്തുകൊണ്ട് ഇപ്പോൾ ഒരു മെല്ലെ പോക്ക്? വളരെ വേഗതയിൽ വളർന്ന ഒരു അന്വേഷണം. അതെ, ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഇടപെടലിൽ ഓരോ 2 ആഴ്ചയും നമ്മൾ പണ്ടൊക്കെ ഈ പ്രസിദ്ധമായ ചില സീരിയലുകൾ ഈ ദൂരദർശനിൽ പണ്ട് വരുമായിരുന്നു. കാത്തിരിക്കും ആ സമയത്ത് ഇത് ഒന്ന് കാണാൻ വേണ്ടി. അതുപോലെ ഈ 2 ആഴ്ച കൂടുമ്പോഴും ചാനലുകളും സോഷ്യൽ മീഡിയയും കാണാത്തവർ പോലും ഇത് ഈ ദിവസങ്ങളിൽ, അതായത് ഹൈക്കോടതിയിൽ ഈ റിപ്പോർട്ട് കൊടുക്കുന്ന ദിവസം രണ്ടും കൽപ്പിച്ച് ഇതിന്റെ തീരുമാനങ്ങൾ അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആ താല്പര്യമൊക്കെ ഇപ്പോൾ ഏതാണ്ട് കെട്ടടങ്ങിയതുപോലെയായി. അതിന്റെ തുടക്കം എനിക്ക് തോന്നുന്നത്, ശ്രീ പത്മകുമാർ എൻ്റെ മുകളിൽ ദൈവതുല്യരായ ചിലരൊക്കെ ഇങ്ങനെയൊക്കെ ഇടപെടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന ഒരു ചോദ്യം അന്തരീക്ഷത്തിലേക്ക് അദ്ദേഹം പേരൊന്നും പറയാതെ ഒരു വെള്ളടി പോലെ ഒരു സാധനം അങ്ങ് എടുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അത് ചില സന്ദേശങ്ങളും സൂചനകളും ഒക്കെ ആയിരുന്നു. പിന്നീട് ഇപ്പോൾ SITയുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള രേഖകളും അവരോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒന്നും അതിന്റെ പകുതി പോലും നമ്മൾക്ക് കിട്ടുന്നില്ല. അറ്റവും മൂലയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ള കൃത്യമായ ഒരു സൂചന അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു അന്വേഷണം പോകുമ്പോഴാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇത് കേവലം 3-4 പേര് ചേർന്ന് ഒരു സംഘടിതമായി രാത്രിയുടെ മറവിൽ ഒരു അമ്പലക്കൊള്ള അല്ലെങ്കിൽ ഒരു മോഷണം ഒന്നുമല്ല. ഇത് വളരെ ആസൂത്രിതമായി മാസങ്ങളെടുത്ത് അല്ലെങ്കിൽ വർഷങ്ങളെടുത്ത് വൻ തോതിലുള്ള ഒരു സംഭവമാക്കി മാറ്റിയതെന്ന് കോടതിക്ക് തോന്നിയത് കൊണ്ടാണല്ലോ നമ്മളുടെ അന്താരാഷ്ട്ര കുറ്റവാളിയായ പുരാവസ്തു കച്ചവടക്കാരനായ സുഭാഷ് കപൂറിന്റെ പേര്, സുഭാഷ് കപൂറിനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി തന്ന സത്യത്തിൽ കോടതിയാണ്. അതെ, അന്വേഷണ ഉദ്യോഗസ്ഥരൊന്നുമല്ല. നമ്മളൊക്കെ സുഭാഷ് കപൂർ എന്ന് പിന്നെ സെർച്ച് ചെയ്ത് നോക്കേണ്ടി വന്നു. അതെ, അങ്ങനെ നോക്കി വന്നപ്പോഴാണ് അവസാനം തിരിച്ച് ജയിലിലുണ്ട് കക്ഷി. അപ്പൊ നാട്ടിൽ അടുത്ത് തന്നെ ഉണ്ട്. അതേപോലെ അദ്ദേഹം നമ്മളുടെ ശിവലിംഗ പ്രതിമകളൊക്കെ ഒരുപാടെണ്ണം, 7 എണ്ണം എങ്ങാണ്ടാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ഉള്ളതിൽ. അതിൽ 5 എണ്ണം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇനി 2 എണ്ണമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇത് 7 കൂടെ ഒന്നിച്ച് വെച്ച് പൂജിച്ചാൽ മരണം പോലും ഉണ്ടാകില്ല എന്നൊക്കെയുള്ള വിശ്വാസമുണ്ട്. അപ്പോ 500 കോടി ഒന്നും അല്ല, ചിലപ്പോ അതിനേക്കാൾ. കാരണം ഈ ചില കാര്യങ്ങൾക്ക് ഈ എന്താ പറയാ, മാർക്കറ്റ് വില എന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു വസ്തു വാങ്ങാനായിട്ട് തന്നെ ഒരാൾ വരുന്നു, അവിടെ ചിലപ്പോൾ മാർക്കറ്റ് വില 5 ലക്ഷം കാണും. ഈ വരുന്ന ആളിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് മറ്റേ ആളിന് ബോധ്യപ്പെട്ട 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 10 ആണ്. പിന്നെ അത് മാത്രമല്ല, ഈ പുരാവസ്തു എന്ന് പറയപ്പെടുമ്പോൾ എന്തായിരുന്നാലും അതിന് ഈ പറയുന്ന വില നമ്മൾ പ്രതീക്ഷിക്കുന്ന വിലയല്ലല്ലോ. അതിന്റെ എത്രയോ മടങ്ങ് ഒരു ദിവ്യത്വമാണ് അതിൽ. ദിവ്യത്വമാണ്. അതെ, ഭഗവാന്റെ ശബരിമലയിലെ അയ്യപ്പൻ എന്ന് പറയപ്പെടുന്നത് അത്രത്തോളം ഈ പറയുന്ന ഭക്തന്മാർക്കാണെങ്കിൽ കൂടുതലും, തീർച്ചയായും ബാക്കിയുള്ളവരെ കബളിപ്പിച്ച് വേണമെങ്കിൽ പറ്റിക്കാൻ നടക്കുന്നവർക്ക് അതിനേക്കാൾ ഏറെ. അപ്പൊ അവിടെ ഈ അയ്യപ്പന്റെ വിഗ്രഹം അല്ലെങ്കിൽ അയ്യപ്പന്റെ
സ്വർണ്ണപ്പാളികൾ എന്ന് ദ്വാരപാലകളുടെ ശില്പങ്ങൾ എന്നൊക്കെ പറയുന്നതും സ്വർണ്ണപ്പാളികൾ എന്നൊക്കെ പറയുന്നത് അപൂർവമായിട്ടും പവിത്രമായിട്ടും കാണുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ളതിനെ ഏറ്റവും പുരാവസ്തുവായിട്ട് തന്നെ സങ്കല്പിച്ച് വിൽപ്പന നടത്താൻ ഇവർക്ക് കഴിയും. അത് രമേശ് ചെന്നിത്തല പറഞ്ഞത് കറക്റ്റ് ആയിരിക്കും, കൃത്യമായിരിക്കും. പക്ഷെ ആ അന്വേഷണത്തിലേക്ക് എന്തുകൊണ്ട് ഇവരെത്തുന്നില്ല? അപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഉന്നതർ ആരാണ്? എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നത്? നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ ഹൈക്കോടതി കൃത്യമായിട്ട് ഇടപെടൽ നടത്തിക്കൊണ്ടുവന്ന അന്വേഷണമാണ് പത്മകുമാറിന്റെ അറസ്റ്റ് വരെ എത്തിയത്. 1, 2, 3, 4, 5 എന്ന് പറയപ്പെടുന്ന പോലെ വളരെ പെട്ടെന്നായിരുന്നു എല്ലാവരുടെയും അറസ്റ്റ്. എനിക്ക് തോന്നുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശേഷം സുധീഷ് കുമാറും മുരാരി ബാബുവും വാസുവും പത്മകുമാറും ഒക്കെ വളരെ പെട്ടെന്ന് അറസ്റ്റിലായി. അതെ, ബൈജു. പക്ഷെ ഇവരെ ഒന്നും അതിനുശേഷം കടകംപള്ളിയിലേക്കൊക്കെ ഇത് എത്തുന്നു എന്നുള്ള സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം അന്വേഷണം മന്ദഗതിയിലാകുന്നു. അന്വേഷണത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇപ്പം ഇല്ലാതാകുന്നു. ഒപ്പം ആ സമയത്തിന് വലിയ വാർത്തകൾ ഉണ്ടാക്കിയെടുക്കുവാനും കഴിഞ്ഞു. മാധ്യമങ്ങൾ കൂടിയ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ കത്തിച്ച് നിർത്തിയപ്പോൾ ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം ഇല്ലാതായി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുണ്ടായി, ദിലീപിന്റെ വിഷയം വന്നു, ദിലീപിന്റെ വിധിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ വന്നു. ഇതെല്ലാം കൂടി ആയപ്പോൾ ഈ സ്വർണ്ണപ്പാളിയും ശബരിമല വിഷയവും CPM-ന്റെ ഇതിനകത്തുള്ള ഇടപെടലുകളും മുൻ മന്ത്രിമാരുടെ ഇടപെടലുകളെല്ലാം മുങ്ങിപ്പോവുകയും ചെയ്തു. അവിടെയാണ് ഈ രമേശ് ചെന്നിത്തല വീണ്ടും 500 കോടിയുടെ ഇടപാടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ആരോപണം ഉണ്ടാക്കുന്നത്. ആ ആരോപണത്തിന് അദ്ദേഹത്തിന് മൊഴിയെടുത്തിരുന്നുവെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് മൊഴി നൽകുമായിരുന്നല്ലോ. മൊഴി നൽകിക്കഴിഞ്ഞാൽ ആർക്കെതിരെയാണോ ആരെയാണോ കണ്ടുപിടിക്കേണ്ടത് അവരെ ചെന്ന് കണ്ടുപിടിച്ചാൽ ഇതിനകത്ത് ഇത് ആരാ നൽകിയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ കഴിയുമായിരുന്നല്ലോ. പക്ഷെ അത് അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നവർ ഈ പറയുന്ന മന്ത്രിസഭയ്ക്കകത്തടക്കം ഉണ്ട് എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായ തെളിവുകൾ കൊണ്ട് മാത്രമല്ല, കോടതികൾ പോലും, സുപ്രീം കോടതികൾ പോലും ചില കേസിൽ ശിക്ഷിക്കുന്നത് സാഹചര്യ തെളിവുകൾ, സംശയാസ്പദമായ സാഹചര്യം, ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ നോക്കൂ, ശ്രീ രമേശ് ചെന്നിത്തല പറയുന്നു, എനിക്ക് ഈ വിഷയത്തിൽ എൻ്റെ കയ്യിൽ നേരിട്ട് തെളിവുകളില്ല. പക്ഷേ വളരെ വിശ്വസനീയമായ ഒന്നിലധികം വ്യക്തികൾ, വലിയ വ്യവസായികൾ, ഇതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അവർക്കറിയാം. പക്ഷെ അവരായിട്ട് ഈ രാഷ്ട്രീയക്കാരെ കണക്ക് വന്ന് ചാനലുകളിലും മാധ്യമങ്ങളിലും കോടതിയിലും ഒന്നും പറയില്ല. അവർക്ക് അവസരം കൊടുത്താൽ അവര് എന്ത് വേണമെങ്കിലും അതുമായി സഹകരിക്കാം. അതിനു വേണ്ടിയാണ് ഒരു യഥാർത്ഥ ഒരു അയ്യപ്പ സ്നേഹി എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കേരളത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം ആ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പറഞ്ഞു, ഞാൻ മൊഴി തരാം. എൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആദ്യം അദ്ദേഹം മൊഴി നൽകാൻ വേണ്ടിയിട്ട് ഒരു കത്താണ് കൊടുക്കുന്നത്. കാരണം വെറുതെ വാക്കാൽ പറഞ്ഞാൽ പോരല്ലോ, രേഖാമൂലം എനിക്ക് ചില കാര്യങ്ങൾ പറയുവാനുണ്ടെന്ന് പറഞ്ഞു. മറ്റേ നമ്മളുടെ SITയുടെ തലവൻ ശ്രീ വെങ്കടേഷ് അദ്ദേഹത്തിനെ അറിയിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു തീയതി കൊടുക്കുന്നു. ആ തീയതിയിലാണ് ട്വിസ്റ്റ്. ആ തീയതിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസമാണ്. ആ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു മൊഴിയെടുപ്പും അതിൻ്റെ ഒരു വാർത്തയും ഒക്കെ വന്നാൽ ഒരു സംശയം വേണ്ട, തെരഞ്ഞെടുപ്പിനെ അത് കൃത്യമായി പ്രതികൂലമായി ഭരിക്കുന്ന ഇടതുമുന്നണിയെ ബാധിക്കുമെന്നുള്ളത് ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും അറിയാം. പക്ഷെ അവിടെയാണ് നമ്മൾക്ക് ഈ കോടതികളോടും പോലീസ് ഉദ്യോഗസ്ഥരോടുമൊക്കെ അതിൻ്റെ തലേ ദിവസം വരെ നമ്മൾ പുലർത്തിക്കൊണ്ടുവന്ന ആ ഒരു വിശ്വാസവും ബഹുമാനവും ഒക്കെ ഒറ്റയടിക്ക് പോയി. കാരണം മൊഴിയെടുക്കാൻ വരാൻ പറഞ്ഞിട്ട് വരുന്നതിന് തൊട്ട് മുമ്പേ പറയുക, ഇന്ന് വരണ്ട, എനിക്ക് അസൗകര്യമാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചുറ്റിക്കളിയുണ്ട്. ആ ചുറ്റിക്കളി എന്തിനാണ് ഈ ഉദ്യോഗസ്ഥർ ഇതിന് വേണ്ടി ഇപ്പൊ ചിലപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഊഹിക്കുന്നതാണ്. മുൻ DGP TP സെൻകുമാർ, അദ്ദേഹം ഏത് രീതിയിലാണ് പെൻഷൻ പറ്റിയെന്ന് ശ്രീ ഗോപാലകൃഷ്ണനോട് ഞാൻ പറയുന്നത്. സുപ്രീം കോടതിയിൽ ചെന്നിട്ട് ചീഫായിട്ട് നിയമിക്കാനുള്ള കേസ് DGP ആക്കാൻ. അപ്പോൾ സുപ്രീം കോടതി അത് പറഞ്ഞിട്ട് പിറ്റേ ദിവസം അഡ്വക്കേറ്റ് ജനറൽ സുപ്രീം കോടതിയിൽ ചെന്നിട്ട് ചോദിച്ചെന്താണെന്നറിയാം, ഈ ചീഫ് എന്ന് പറഞ്ഞാൽ ക്രമസമാധാനത്തിന്റെ DGP തന്നെയാണോന്നാണ്. സുപ്രീം കോടതി അന്ന് ചെയ്ത ഒരു സംഭവം നമ്മൾക്ക് വളരെ അങ്ങ് രസിച്ചു. എന്താണെന്നറിയാം, 25,000 രൂപ കെട്ടിവെച്ചിട്ട് പോകാൻ പറഞ്ഞു. ഒരു ഇംഗ്ലീഷിലുള്ള ഒരു വാക്കിന്റെ മലയാളം അർത്ഥം ചോദിച്ചതിന് 25,000 രൂപ ഒരു സർക്കാരിന്റെ അഡ്വക്കേറ്റ് ജനറലിന്, എന്ന് വെച്ചാൽ കോടതിയെ കളിയാക്കാൻ ചെന്നതിന് തുല്യമാണ്. കേരളത്തിന്റെ പോലീസിന്റെ ചീഫ് ആക്കുക എന്ന് പറഞ്ഞാൽ അത് ലോ ആൻഡ് ഓർഡർ ആണെന്നുള്ളത് ആർക്കറിയാൻ വയ്യാത്ത. അപ്പൊ അദ്ദേഹത്തിനെ പെടുത്തിയ പാടറിയാം. ജേക്കബ് തോമസ് IPS സാധാരണ ഒരാളിനെ ഒരു സമയത്ത് ഒരു തവണയെ സസ്പെൻഡ് ചെയ്യും. അദ്ദേഹത്തെ ഒരേ സമയം 2 തവണ സസ്പെൻഡ് ചെയ്ത് ഒരു പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അത് മറ്റൊരു IPSകാരൻ, നമ്മുടെ വൈസ് ചാൻസലർ സിസ തോമസ്, അവരുടെ പെൻഷൻ ഇതുവരെയും കിട്ടിയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. അപ്പോൾ ഈ ഗവൺമെന്റിനോട്
ഈ പാർട്ടിയോട് അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചാൽ ഏതറ്റം വരെയും പോയി അവരെ ബുദ്ധിമുട്ടിക്കും എന്നുള്ള ഒരു തോന്നൽ ഈ വലിയ ഉദ്യോഗസ്ഥരിൽ ഇവർ വരുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും ഭയമോ ഭയപ്പെടുത്തലോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇവിടെയും ഉണ്ടോ എന്ന് ആർക്കെങ്കിലും ഒക്കെ സംശയം തോന്നിയാൽ കുറ്റം പറയാൻ ഇതിനകത്ത് അറിയാമല്ലോ, ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളവരെന്ന് വെച്ചാൽ വലിയ ആൾക്കാരാണ്. അവരെയൊക്കെ ആ സംശയത്തിന്റെ നിഴലിൽ ഇപ്പൊ നിർത്തിയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരൊക്കെയാണോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്, അതോ മുൻ മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുള്ളതൊക്കെ വലിയ സംശയവും ആശങ്കയൊക്കെ സമൂഹത്തിലുണ്ട്. പക്ഷെ അപ്പോഴും ഈ രമേശ് ചെന്നിത്തല പറയുന്ന 500 കോടിയുടെ ആസ്തി അല്ലെങ്കിൽ പുരാവസ്തു എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് ഇത് വിറ്റു എന്ന് പറയപ്പെടുന്നത് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ടതാണോ? അല്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് ഈ 500 കോടി എന്നുള്ളത് അതൊരു അതിശയോക്തിപരമായ തുകയല്ലേ എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ അങ്ങനെ നമ്മൾ അതിനെ കാണണ്ട. കാരണം ചില വസ്തുക്കളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഗാന്ധിജി ഉപയോഗിച്ച കണ്ണട ലേലത്തിന് വെച്ചാൽ ആ കണ്ണടയ്ക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയ്ക്ക് ചിലപ്പം 10 രൂപ പോലും കാണില്ല. പക്ഷെ അത് 10 രൂപയ്ക്കായിരിക്കുമോ പോകുന്നത്? അതേപോലെ എലിസബത്ത് രാജ്ഞി ഉപയോഗിച്ചിരുന്ന അങ്ങനെയൊക്കെ നമ്മൾ കണ്ടും കേട്ടിട്ടുണ്ട്. ആ അർത്ഥത്തിലൊക്കെ ശ്രീ അയ്യപ്പൻ ഇത്രയും നാള് അവിടെ അയ്യപ്പന്റെ സന്നിധാനത്തിൽ ഉണ്ടായിരുന്ന സ്വർണത്തിന് 500 കോടി എന്ന് പറയുന്നത് അമിതമായ ഒരു തുകയായി നമ്മൾ കാണണ്ട. ഇനി അതും പോട്ടെ, അതിന്റെ തുക എത്രയാണെന്നുള്ളതല്ലല്ലോ, ആ ഒരു നിലവാരത്തിലേക്ക് ഇവിടുത്തെ സ്വർണം പോയിട്ടുണ്ടെന്നുള്ളത് സംശയിച്ചതും അത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തത് ബഹുമാനപ്പെട്ട കോടതി തന്നെയല്ലേ. കോടതി ഒരു സംശയം ഉന്നയിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവ് സംശയിക്കുന്നതും ഉന്നയിക്കുന്നതും പോലെ ഒരിക്കലും ആകില്ലല്ലോ. എന്തെങ്കിലും കണ്ടുകൊണ്ടായിരിക്കുമല്ലോ. അതെ, വൻ തോക്കുകൾ ഇതിന്റെ പിറകിലുണ്ട്. അതെല്ലാം അന്വേഷിക്കണം. വമ്പൻ ഗൂഢാലോചന, വെറും ഗൂഢാലോചനയൊന്നുമല്ല പറഞ്ഞു. ആ വാക്കുകൾക്കൊക്കെ അർത്ഥമുണ്ട്. കോടതി പറയുന്ന ഓരോ വാക്കിനും അർത്ഥമുണ്ട്. വമ്പൻ ഗൂഢാലോചന ഉണ്ടെന്നും ഒക്കെയാണ് കോടതി. അപ്പൊ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നും ഇതിനകത്തുള്ള ഈ വമ്പന്മാരെന്ന് പറയപ്പെടുന്നവർ ആരായിരിക്കും എന്നുള്ളതാണ്. അല്ല, അത് ഈ ചില സിനിമയിലൊക്കെ നമ്മൾ ഒരു വില്ലൻ കാണും. ഈ വില്ലൻ എന്ന് പറയുന്നത് ആരാണെന്ന് നമ്മളിരുന്ന് അങ്ങ് ഒരുപാട് പേരെ സംശയിക്കും. ഏറ്റവും അവസാനം ക്ലൈമാക്സ് ആകുമ്പോഴായിരിക്കും ഇതിലെ ഒരു വലിയ ദൈവഭക്തനും ഒക്കെ ആളുകൾക്ക് വലിയ ഉദാരപരമായ സമീപനങ്ങളൊക്കെ എടുക്കുന്ന ഒരാളിന് ഒരു മുഖം മൂടി കാണും. ഈ മുഖം മൂടി അങ്ങോട്ട് വലിച്ചൂരുമ്പം നമ്മൾ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ പുണ്യപുരുഷനായി, എല്ലാവരും നല്ല മനുഷ്യനെന്ന് പറഞ്ഞ ആളായിരിക്കും. അതേപോലെ ഇവിടെ ഈ ദൈവതുല്യൻ ആരാണെന്നറിയാൻ ഈ മുഖംമൂടി ഒന്ന് മാറ്റി കിട്ടണം. ആ മാറ്റി കിട്ടാൻ വേണ്ടി ഇപ്പം കിട്ടും ഇപ്പം മാറ്റുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കും തോറും അത് കൂടുതൽ മുറുകുന്നതല്ലാതെ വെളിയിലോട്ട് വരുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു ദൈവതുല്യമായ ഒരാളുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ ആളിൻ്റെ റാങ്കും പേരും സ്ഥലപ്പേരും ഒക്കെ മാത്രമേ ഇനി അറിയാനുള്ളൂ. അത് ഒരു കാര്യവും അതിലും ഉറപ്പുണ്ട്. ഈ അന്വേഷണ സംഘവും ചിലപ്പോൾ വിചാരിക്കുന്നത് എന്തായിരിക്കുമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളുടെയൊക്കെ ഈ അന്വേഷണ സംഘത്തിന് എന്തായാലും കൂച്ചുവിലം ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കോടതി ഇത് കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞാലും കോടതി ഇത് കാണുന്നുണ്ട്. ഇപ്പൊ കുറച്ച് ദിവസം, ചിലപ്പോൾ ഒരു 2-3-4 ദിവസമൊക്കെ അവർക്ക് പിടിച്ചു നിൽക്കാം. എനിക്ക് തോന്നുന്നു ഈ ഇന്നത്തെ ഇലക്ഷനും കൂടെ കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാകുമായിരിക്കും. കാരണം ഈ ഇലക്ഷൻ വരെയുള്ള ഒരു താക്കീത് കൊടുക്കലായിരിക്കും ഈ മുകൾ തട്ടിലുള്ള ആശാന്മാർ ഇപ്പൊ ഇവർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ SITയുടെ ഉദ്യോഗസ്ഥൻ ലീവ് എടുത്ത് പുറത്ത് നിൽക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അസുഖബാധിതമായതാണ്, 2 ദിവസം കഴിഞ്ഞിട്ട് മൊഴിയെടുക്കാം എന്നുള്ള തരത്തിലേക്ക് മാറി നിൽക്കുന്നത് പോലും തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. അപ്പൊ ആ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർക്കാണോ ഗുണകരമാകേണ്ടത് അവർ തന്നെയാണ് ഇതിന് പിന്നിലെ ഈ പറയുന്ന മുൻപതിയിൽ നിൽക്കുന്ന ദൈവതുല്യരായിട്ടുള്ള ആൾക്കാർ എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ മലയാളത്തിൽ ഒരു വാചകം ഉപയോഗിക്കുമല്ലോ, ഛേദമില്ലാത്ത ഉപകാരം എന്ന് വെച്ചാൽ ആർക്കും നഷ്ടമില്ല. ഇപ്പോ ഇന്നലെ മൊഴിയെടുക്കണം, അപ്പോ ഒരു ഇടപെടൽ വരികയാണ്, അതെ തെരഞ്ഞെടുപ്പൊക്കെയാ, വെറുതെ ബുദ്ധിമുട്ടിക്കരുതേ, ഇന്നത്തേക്കൊന്ന് മാറ്റിവേ. അപ്പൊ ഈ എടുക്കേണ്ടുന്ന ആളിനും വേണമെങ്കിൽ തോന്നാം അതിപ്പോ ഒരു ദിവസം താമസിച്ചെന്നും പറഞ്ഞ കുഴപ്പമൊന്നും ഇല്ലല്ലോ. തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്ന ഒരു തീയതിയൊന്നും അല്ലല്ലോ മാറ്റിവെക്കാൻ, രക്ഷപ്പെട്ടു പോകത്തൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ വീടുകൾ ചിലപ്പോൾ ജപ്തി ചെയ്യാൻ വരും. ജപ്തി ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ജപ്തി ചെയ്തേ പറ്റൂ. പക്ഷെ അവര് കരഞ്ഞു പിടിച്ചു പറയും, ഇന്നത്തേക്കും കൂടെ ഒന്ന് തന്നേരെ, ഞങ്ങൾ ഈ സാധനവും കൂടെ ഒക്കെ കൊണ്ട് രാത്രി എവിടെയോട്ടെങ്കിലും മാറാം, നാളെ അനുവദിച്ചു കൊടുക്കും. അതുപോലെ ഒരു ചെറിയ സാവകാശം ഇതിനകത്ത് കൊടുക്കുന്നു എന്ന് മാത്രമേ നമ്മൾക്കിത് കാണേണ്ടതുള്ളൂ. മാത്രമല്ല ഈ ആറാഴ്ച കൊടുത്തില്ല, 4 ആഴ്ച, ഏതാണ്ട് ജാനുവരി 5-ാം തീയതി വീണ്ടും ഇത് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കണം.
അപ്പൊ അതിനു മുമ്പ് ഈ അന്വേഷണങ്ങളൊക്കെ നടത്തി എല്ലാത്തിലും തീരുമാനം ഉണ്ടാകണം. ഒപ്പം ഈ VSSയില് ഈ സ്വർണം വിജയമല്യ കൊടുത്ത ആ സ്വർണം തന്നെയാണോ ബെല്ലാരിയിലെ വ്യവസായി, അദ്ദേഹത്തിന്റെ പേര് വിട്ടുപോയി, അദ്ദേഹത്തിന്റെ കൈകളിൽ ഇത് 600 ഗ്രാം പിടിച്ചെടുത്തു എന്ന് പറയുന്നുണ്ട്. അത് ഈ വിജയമല്യ കൊടുത്ത സ്വർണവും ഇതുമായിട്ടൊക്കെ VSSയിൽ അതിന്റെ മാച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിസൾട്ടും വന്നിട്ടില്ല. അപ്പൊ ഇതെല്ലാം കൂടെ ഒരു ചെറിയ സാവകാശം കിട്ടിയത് കൊണ്ട് ഇവരൊന്ന് ചെറിയ തോതിൽ ഇവരെ കൊണ്ട് ഒരു സാവകാശം നേടിയെടുക്കാൻ കഴിയുന്നു എന്നല്ലാതെ രക്ഷപ്പെട്ടു പോകാൻ ഒരു കാരണവശാലും കഴിയില്ല. വൻ തോക്കുകൾ, വലിയ വിക്കറ്റുകൾ ഒക്കെ ഇനിയും വീഴും. അങ്ങനെ വീണ് കഴിയുമ്പോഴാണ് കേരളത്തില് ഇത് യഥാർത്ഥത്തിൽ ഈ ദൈവവിശ്വാസികളല്ലാത്തവരൊക്കെ ഈ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തും അതിന്റെ മന്ത്രിസ്ഥാനത്തും ഒക്കെ ഇരുത്തിയത് അതിന്റെ തിക്തഫലം എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയുള്ളൂ. അത് അധികം താമസിയാതെ ഈ വർഷം തന്നെ അത് വെളിച്ചത്ത് വരിക തന്നെ ചെയ്യും. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിനേക്കാൾ ജനം കാത്തിരിക്കുന്നത് ആ റിസൾട്ടായിരിക്കും.